ജീവിതത്തിൽ ഒരു ചെറിയ അസൂയായിരിക്കാം അനേക പാപങ്ങളിലേക്ക് അത് ചിലപ്പോൾ നമ്മളെ നയിച്ചെന്നിരിക്കും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായമാണ്. 40 അധ്യായത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ അവിടെ പരിചയപ്പെടുന്നുണ്ട്. അത് മറ്റാരുമല്ല, ബാബേൽ രാജാവ് യഹൂദ പട്ടണങ്ങൾക്ക് ദേശാധിപതിയാക്കി വെച്ച ഗെദല്യാവിനെയാണ്. ഈ ഗെദല്യാവിനെ ബാബേൽ രാജാവ് യഹൂദ പട്ടണങ്ങൾക്ക് ദേശാധിപതിയാക്കി വെച്ചത് ഒട്ടും താല്പര്യപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു ഇശ്മായേൽ. അതെങ്ങനെ നമുക്ക് മനസ്സിലാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 41 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ പറയുന്നു: ഇശ്മായേൽ 10 ആളുമായി മിസ്പായിൽ ഗെദല്യാവിൻ്റെ അടുക്കൽ വന്ന് അവിടെ വെച്ച് അവനെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. എന്താണ് ഇശ്മായേലിനെ ഇങ്ങനെ ഒരു പാപത്തിലേക്ക് നയിച്ച കാരണം? നമ്മൾക്ക് മാനുഷികമായി ചിന്തിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. പലപ്പോഴും മനുഷ്യർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് അതിൽ അസൂയ തോന്നാറുണ്ട്. ഈ അസൂയയോ പകയോ ആവാം ഇശ്മായേലിനെ ഇങ്ങനൊരു കാര്യം ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. പ്രിയ ദൈവവേദലേ, നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ അസൂയായിരിക്കാം അനേക പാപങ്ങളിലേക്ക് അത് ചിലപ്പോൾ നമ്മളെ നയിച്ചെന്നിരിക്കും. ഈ 41 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്ക് വായിക്കുമ്പോൾ ഇതിൽ പല വിധത്തിലുള്ള പാപങ്ങൾ ഇശ്മായേൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കൊലപാതകമാണ് ചെയ്യുന്നത്. ഗെദല്യാവിനെ കൊന്നുകളയുന്നു. ഇവിടെ നമുക്ക് വഞ്ചന കാണുവാൻ കഴിയുന്നു, ഒരു ആക്രമണം കാണുവാൻ കഴിയുന്നു. അതിനുപരി അധികാര പോരാട്ടം കാണുവാൻ കഴിയുന്നു. വഞ്ചന, ആക്രമണം, ഇതിനെല്ലാം പിൻപിൽ ഇശ്മായേൽ ഭരിക്കുന്നത് എന്താണെന്നോർത്തേ? അധികാര പോരാട്ടമാണ്. ദൈവവേദലേ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അധികാരങ്ങൾ കിട്ടേണ്ടതിന് മനസ്സിൽ ചിലരോടെങ്കിലും അസൂയയോ അവരില്ലാതാകണമെന്ന് ചിന്തിച്ച ഏതെങ്കിലും സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ അപ്പോൾ തന്നെ മാറ്റുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലത്. കാരണം ഇത് ചിലപ്പോൾ നമ്മളെ അധികം പാപത്തിലേക്ക് നയിച്ചെന്നിരിക്കും. ഇവിടെ ഇശ്മായേൽ ചെയ്ത പാപം വളരെ വലുതാണ്. എന്നാൽ അവിടം കൊണ്ടും നിർത്തിയില്ല. അദ്ദേഹം ഈ ഗെദല്യാവിനെ കൊന്നതിന് ശേഷം ഈ ഗെദല്യാവ് മരിച്ചതൊന്നും അറിയാതെ അവിടത്തേക്ക് വരുന്ന ഒരു 80 പേരെ നമുക്ക് കാണുവാൻ കഴിയും. അവരെന്തിനാണ് വന്നത്? അവിടെ പറയുന്നു, 80 പുരുഷന്മാർ താടി ചിരച്ചും വസ്ത്രം കീറിയും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും കൊണ്ട് വഴിപാടും കുന്തിരിക്കവും എടുത്ത് യഹോവയുടെ ആലയത്തിലേക്ക് പോകും വഴി അവിടെ എത്തി. അവർ യഹോവയുടെ ആലയത്തിലേക്ക് പോകുകയാണ്. അവിടേക്ക് എത്തിയപ്പോൾ ഈ ഇശ്മായേൽ ചെയ്യുന്നൊരു കാര്യം, ഇശ്മായേൽ മിസ്പായിൽ നിന്ന് പുറപ്പെട്ട് കരഞ്ഞും കൊണ്ട് അവരെ എതിരേറ്റ് ചെയ്യുന്നു. വീണ്ടും ഒന്ന് ഓർത്തു നോക്കിക്കേ, അവരുടെ അടുക്കൽ ഇശ്മായേൽ ചെല്ലുന്നത് കരഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഓർക്കും ആത്മാർത്ഥമായ കരച്ചിലാണ്, ഗെദല്യാവിന്റെ മരണത്തെ ഓർത്താണ് കരയുന്നതെന്ന്. എന്നാൽ അവിടെ പറയുന്നു, അവരെ എതിരേറ്റ് ചെന്നിട്ട് അവരെ കണ്ടപ്പോൾ അവൻ അവരോട് അഹിക്കാമിന്റെ മകനായ ഗെദല്യാവിന്റെ അടുക്കൽ വരുവീൻ. അപ്പോൾ ഈ 80 പേര് എന്ത് ചിന്തിക്കും? യോ, ഇശ്മായേലിന് ഗെദല്യാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് വിളിക്കുന്നതെന്നാണ്. എന്നാൽ അവിടെ കാണുന്നത്, അവരവിടെ പട്ടണത്തിൽ എത്തുമ്പോൾ അവൻ അവരെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളഞ്ഞു. ഒന്നോർത്തേ, ഒരാളുടെ കൊലപാതകത്തിൽ തുടങ്ങിയ പാപം പിന്നീട് നിന്നത് 70 പേരുടെ കൊലപാതകത്തിലാണ്. ഈ 70 പേരെ കൊല്ലുമ്പോൾ അടുത്ത 10 പേര് ഈ ഇശ്മായേലിനോട് കരഞ്ഞു പറയുക, ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങളെ വെറുതെ വിടണം, ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്നറിയാമോ? ഞങ്ങളുടെ കയ്യിൽ യവമുണ്ട്, ഞങ്ങളുടെ വയലിൽ ഗോതമ്പുണ്ട്, യവമുണ്ട്, എണ്ണയുണ്ട്, തേനുണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ടപ്പോൾ ആ 10 പേരെ വെറുതെ വിട്ടു. അപ്പോൾ തനിക്ക് എന്തെങ്കിലും ലഭിക്കും, അല്ലെങ്കിൽ തനിക്ക് ബെനഫിറ്റ് ഉള്ള ഒരു കാര്യമാണെന്ന് കേട്ടപ്പോൾ ആ 10 പേരെ വെറുതെ വിട്ടു. അപ്പോൾ ഓർത്തെ, തനിക്ക് നന്മ, തനിക്ക് അധികാരം, തൻ്റെ ഉയർച്ച, അതായത് സ്വാർത്ഥപരമായ ഒരു കാര്യമാണ് നമുക്ക് ഇശ്മായേലിൽ കാണുവാൻ കഴിയുന്നത്. അപ്പം എന്തായിരിക്കാം ഇതെല്ലാത്തിനും മൂല കാരണം? ഒന്ന് ഞാൻ പറഞ്ഞു, അധികാരക്കൊതി. അപ്പോൾ സ്വാർത്ഥതയാണ്. അതുകൊണ്ടാണ് നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, യേശുക്രിസ്തു പോലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ കർത്താവിനെ അനുഗമിക്കാൻ തന്നെത്താൻ ത്യജിക്കണം. അപ്പോൾ സ്വാർത്ഥത ഒരാളിൽ വന്നാൽ ആ സ്വാർത്ഥത നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യമുണ്ടാക്കും, മറ്റുള്ളവരെ കൊല്ലുവാനുള്ള ചിന്തകൾ നമ്മളിൽ ഉണ്ടായെന്ന് വരും. അത് ചിലപ്പോൾ നമ്മൾ പുറമേ കാണിക്കത്തില്ല, എന്നാൽ നമ്മൾ എത്രയോ പേര് ഹൃദയത്തിൽ എത്രയോ പേര് കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. ഓ, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ സ്ഥാനം കിട്ടിയേനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. ഇതെന്തിനാണ് ഈ വചനം ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ
അങ്ങനത്തെ ചിന്തകളുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി കരഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ പാപത്തിൻ്റെ പരിണിത ഫലം ഇശ്മായേൽ അനുഭവിക്കേണ്ടി വന്നു. ഈ 41 അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ ജനത്തെ യഹൂദാ പട്ടണങ്ങൾക്ക് മേലധികാരിയാക്കി ഈ ഗെദല്യാവിനെ ബാബേൽ രാജാവാണ് ആക്കി വെച്ചിരിക്കുന്നത്. ആ ബാബേൽ രാജാവ് തന്നെ ആക്കുമ്പോൾ ഈ ഗെദല്യാവ് തൻ്റെ ജനത്തെ കണ്ട് ഇശ്മായേൽ ഉൾപ്പെടെയുള്ളവരോട് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 40 അധ്യായത്തിൽ നിങ്ങൾക്കത് വായിക്കുവാൻ കഴിയും. തൻ്റെ ജനത്തോട് ഭയപ്പെടരുതെന്നും നിർഭയമായി ഇരിക്കുവാനും ഒക്കെ പറഞ്ഞ് നല്ലൊരു നേതാവിനെ നമുക്ക് ഗെദല്യാവിൽ കാണാൻ കഴിയും. എന്നാൽ ഇശ്മായേലിന് എന്താണ് തോന്നിയത്? ഗെദല്യാവിനോട് അസൂയ. പ്രിയ ദൈവപൈതലേ, ഇന്നത്തെ ഈ ചിന്തയിൽ ഞാൻ ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ, നിങ്ങളുടെ ജോലി സ്ഥാനത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിലായിരിക്കാം, ഏത് സാഹചര്യത്തിലും ആരോടെങ്കിലും അവരുടെ കഴിവുകളിലോ മറ്റുള്ളവർ നമ്മളെക്കാളും ശ്രേഷ്ഠരായി വരുന്നത് കാണുമ്പോൾ എവിടെയെങ്കിലും ഒരല്പം വിഷമമോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അത് പാടെ പറിച്ചു കളയുന്നതാണ് നല്ലത് കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, നമ്മളുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ്. ആകയാൽ ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മൾ വരുത്തുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കുകയാണ്. അതിന് പകരം നമ്മൾ പാപത്തിൻ്റെ കെണിയിൽ പെട്ടുപോയാൽ ഒന്നല്ല പല പാപങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ കയ്യിൽ രക്തക്കറകൾ പറ്റാതെ, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായി നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ